നമസ്തേ. 9th സ്റ്റാൻഡേർഡിലെ ടി വി എന്ന ചാപ്റ്ററിന്റെ പകുതി ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തതാണ് അല്ലെ. ടി വി എന്ന ചാപ്റ്റർ എന്തായിരുന്നു? അതിന്റെ പ്രോക്തി എന്തായിരുന്നു? പട്കഥയായിരുന്നു. പട്കഥയില് എന്തൊക്കെ വേണം എന്നുള്ളത് അതിന്റെ തുടക്കത്തിൽ തന്നെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പട്കഥയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും? സീൻ ഉണ്ടാവും, കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കണം, സമയം നോക്കണം, എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് അറിയണം. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് ആരൊക്കെ സംസാരിക്കുന്നത്, ആ സന്ദർഭത്തിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ അവരുടെ സംസാരവും കൂടെ അതിനകത്ത് വരും അല്ലെ. ഇതാണ് പട്കഥ. അപ്പൊ പട്കഥ എന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ മാത്രമല്ല വേറെ ഒരുപാട് ചാപ്റ്ററിലേക്ക് നമുക്ക് മാറ്റി എഴുതാനുള്ളത് കൊണ്ടാണ് മിസ് അങ്ങനെ ഒരു സൂചന കൂടി മുൻപില് തന്നത്. അപ്പോ ഇതിലെ ഒരു 8 സീനുകളായിട്ടാണ് ഈ പട്കഥ നമുക്കുള്ളത്. 8 സീനുകളായിട്ടാണ്. അതിൽ 4 സീന് ഞാൻ നിങ്ങൾക്ക് എടുത്തു. ആ 4 സീനും കൂടി ഞാൻ ഒന്നുകൂടി അതിന്റെ ഒന്ന് ഓർമ്മ പുതുക്കുകയാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ആരൊക്കെ വന്നിരുന്നത്? ഗോപു, ചുന്നി, ലല്ലു. 3 കുട്ടികളാണ്. ഗോപുവും ചുന്നിയും ലല്ലുവുമാണ്. ഇവര് ടി വി എന്നത് അന്നത്തെ കാലത്ത്, ഇവരുടെ കാലഘട്ടത്തില് ടി വി എന്നത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം. മിസ്സിന്റെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. വളരെ അപൂർവം വീടുകളിൽ മാത്രമാണ് ടി വി ഉണ്ടായിരുന്നത്. ഈ കഥയിൽ പറയുന്നത് ഇവരുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രാമപ്രദേശത്ത് തന്നെ എന്തുണ്ടായിരുന്നില്ല? ടി വി ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ഗോപുവിന്റെ ചെറിയച്ഛനായ മനോഹർ ചാച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഗോപു തന്റെ അച്ഛന്റെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ടി വി കണ്ടിട്ടുണ്ട്. ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച ഒരു പ്രോഗ്രാമാണ് ആര് കണ്ടിട്ടുണ്ടായിരുന്നത്? ഗോപു കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഗോപുവിന് അത് ഒന്നുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം അല്ലെ, ഒന്നുകൂടി അത് മറ്റുള്ളവരോട് പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആരൊക്കെയാണ്? ചുന്നിയോടും അതുപോലെ തന്നെ ലല്ലുവിനോടും പറഞ്ഞു. എന്നിട്ട് 3 പേരും കൂടി ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലേക്ക് ടി വി കാണാൻ പോവാൻ പ്ലാൻ ഇടുകയാണ്. അപ്പോ ചുന്നിയാവും ഇത് മറ്റുള്ളവരോട് പറയുക എന്നതിന്റെ അടിസ്ഥാനത്തില് അവൻ ചുന്നിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാം. നീ ആരോടും പറയരുത്, അമ്മയോട് പോലും അല്ലെ. അങ്ങനെ അവര് അത് ടി വി കാണുന്നതിന് വേണ്ടി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ ടി വിയുടെ ടവർ കാണുന്നുണ്ട്. അപ്പൊ ടവറിൽ നിന്നാണ് ടി വിയിലേക്കുള്ള എല്ലാ സിഗ്നൽസും വരുന്നതെന്നെല്ലാം അവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഗ്രാമത്തിൽ മാത്രം ഇവര് ടി വി എന്ന ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ മേലെ വെക്കുന്ന ആന്റിന ആയിരുന്നു അന്നത്തെ കാലത്ത്. ഈ ആന്റിന ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ടുവന്നിട്ടും ടി വിയിൽ ആ ടവറിൽ നിന്നുള്ള സിഗ്നലുകൾ ഏതിലേക്ക് പിടിക്കുന്നില്ല? ഈ ആന്റിനയിലേക്ക് പിടിക്കുന്നില്ല എന്നുള്ള ആ സംഭാഷണമൊക്കെ അവർ അതിനകത്ത് നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവര് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് 2 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ആ 2 മണിക്ക് പുറപ്പെട്ടിട്ട് അവർ വഴിയിൽ ഒരു ബസ് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ പെടേണ്ടതായിരുന്നു. കാരണം വഴിയിൽ പെട്ടെന്നൊരു ബസ് സ്പീഡിൽ വരികയും ചുന്നി അപ്പുറത്തേക്ക് കടക്കുകയും അതേസമയം ലല്ലുവും ഗോപുവും ഇപ്പുറത്ത് തന്നെ നിൽക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ബസ്സുകാരന്റെ കയ്യിൽ നിന്ന് അവർക്ക് നല്ല ചീത്ത കേൾക്കുകയും ചെയ്തു. അവിടെ വരെയാണല്ലോ നമ്മൾ എടുത്തത്. അതിന് ചുന്നി ആരെ കളിയാക്കി? ഗോപുവിനെയും അതുപോലെ തന്നെ ലല്ലുവിനെയും കളിയാക്കി. അതുവരെയാണ് നമ്മൾ 4 സീനില് എടുത്തത്. ഇനി നമ്പർ 5 അല്ലെ, സീൻ നമ്പർ 5 നോക്കാം. കസ്ബെ കി സബ്ജി മണ്ഡി. ടൗണിലെ ഒരു പച്ചക്കറി ചന്തയാണ്. ഇത് സബ്ജി മണ്ഡി എന്ന് പറഞ്ഞാൽ സബ്ജി പച്ചക്കറിയാണ്. മണ്ഡി മീൻസ് മാർക്കറ്റാണ്, ബാസാറാണ്. ടൗണിലെ ഒരു പച്ചക്കറി ചന്ത. ഷാം കെ 5 ബജേ ഹെ. വൈകിട്ട് എത്ര മണിയായിട്ടുണ്ട്? 5 മണിയായിട്ടുണ്ട്. അപ്പൊ എത്ര മണിക്ക് ഇവര് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്? 2 മണിക്ക്. ഇവരിപ്പോ എവിടെ എത്തിയിട്ടുള്ളൂ? ടൗണില് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പച്ചക്കറി ചന്തയിലേക്ക്, ആ വഴിയിലൂടെയൊക്കെയാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവേണ്ടത്. ആ പച്ചക്കറി ചന്തയിൽ എത്തിയിരിക്കാം. ലല്ലു സബ്ജി മണ്ഡിക്ക് ഭീഡ് മെയിൻ ധോടാ പീച്ചേ രഹുകയാണ്. അപ്പൊ ആ പച്ചക്കറി ചന്തയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിനിടയിലൂടെ ഇവരിങ്ങനെ നടന്നു വരുമ്പോഴ് ലല്ലു ഈ പച്ചക്കറി ചന്തയുടെ തിരക്കില് കുറച്ച് പിറകിലായിപ്പോയി. ആര് മുന്നിലോട്ട് നടന്നുകയും ചെയ്തു? ഗോപുവും അതുപോലെ തന്നെ ചുന്നിയും മുന്നോട്ട് നടന്നു. ലല്ലു പിറകിലായിപ്പോയി. ഗോപു ആ ചുന്നി ആകെ ചൽ രഹേ ഹൻ. ഗോപുവും ചുന്നിയും കൂടി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ചുന്നി ഡരി ഹുയി ഹെ. ചുന്നിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇപ്പൊ 2 മണിക്ക് പുറപ്പെട്ടതാണ്, ഇപ്പൊ 5 മണിയായിട്ടുണ്ട് സമയം. ഇനി ഇത് ടി വി കണ്ടിട്ട് നേരെ എവിടെ എത്താനുള്ളതാണ്? തിരിച്ച് വീട്ടിലെത്തണം. അമ്മ ചോദിക്കും, അച്ഛൻ ചോദിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചുന്നിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ചുന്നി ഡരി ഹുയി ഹെ. ചുന്നി പേടിച്ചിട്ടുണ്ട്. ചുന്നി തുമ്നി കഹാദ ജൽദി പഹുഞ്ചേങ്കെ ഷാം തക്ക് വാപ്പസ് ആയെങ്കെ. നീ അല്ലേ പറഞ്ഞിരുന്നത് വേഗം എത്തും, വൈകുന്നേരം ആവുമ്പോഴേക്ക് തിരിച്ചു വരാന്ന്? ആരോടായിരിക്കും പറയുന്നത്? ഗോപുവിനോട്. ഗോപു അല്ലേ ഇതിന്റെ സൂത്രധാരൻ. അപ്പൊ ചോദിക്കാം,
തുമ്നെ കഹാദാ ജൽദി പഹുഞ്ചേഗെ, നീ പറഞ്ഞിരുന്നില്ലേ വേഗം തിരിച്ചെത്താന്ന്. ഷാം തക് വാപ്പസ് ആയെങ്കിൽ വേഗം എത്തും അവിടെ, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാന്നല്ലേ നീ പറഞ്ഞത്. വാപ്പസ് ആയെങ്കിൽ തിരിച്ചു വരാം. പഹുഞ്ചേഗെ എന്ന് പറഞ്ഞാലോ ജൽദി പഹുഞ്ചേഗെ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എത്താം, നമുക്ക് വേഗം പോവാന്നേ, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാന്നേ എന്നാണ് ആര് പറഞ്ഞിരുന്നത്? ഗോപു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ സമയം എത്രയായിരിക്കണോ? 5 മണി. ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തിയോ? ഇല്ല താൻ. ഗോപു ബസ് ആനേ വാലാ ഹേ മനോഹർ ചാച്ചാ കാ ഘർ, ദാ എത്താറായി, തൊട്ടടുത്ത് തന്നെയാണ് മനോഹർ ചാച്ചയുടെ വീട്. ചുന്നി ഏക് ലംബേ ആദമി സേ ടക്കരാ ജാതാ ഹേ. അപ്പൊ അങ്ങനെ സ്പീഡിൽ ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ ഒരു ദീർഘകായനായ ഒരു വ്യക്തി, നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരാൾ അപ്പുറത്തേക്ക് അങ്ങോട്ട് മറികടക്കായിരുന്നു. പെട്ടെന്ന് അയാളുമായിട്ട് ടക്കരാ ജാത, എന്താ ടക്കരാ ജാന, ക്ലാഷ്, കൂട്ടിമുട്ടി അല്ലെ. അയാൾ ഇങ്ങനെ മുട്ടിയിട്ടാണ് പോയത്. ആരെ? ചുന്നിയെ. വോ ആദ്മി ജൽദി മേഹെ, അയാൾക്ക് എന്തോ ധൃതി ഉണ്ടായിരുന്നു. ജൽദി അയാൾ എന്തോ തിടുക്കപ്പെട്ട് പോവാണ്. അപ്പൊ ഈ കുട്ടികളെ തട്ടി, പക്ഷെ അയാൾ ഗൗനിക്കാതെ അങ്ങോട്ട് സംഭലത്തെ ഹുയെ, കൺട്രോൾ ചെയ്തോണ്ട്, വീഴാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആകെ ബഡ് ജാതാ ഹെ, അയാൾ അങ്ങ് മുന്നോട്ട് നീങ്ങി. ചുന്നി രുവാംസി ഹോക്കർ, ചുന്നിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ കരച്ചിലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അവൾ ചോദിക്കാം, കബ്സി കറിയോ ആനേ വാലാ ഹേ, നീ എപ്പോ പറയാൻ തുടങ്ങിയതാണ് ഇതാ എത്തി 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 എന്ന്, എന്നിട്ടിപ്പോ എത്തുന്നുണ്ടോ? ഗോപു പീച്ചേ മുടുക്കർ, ഗോപു പിന്നോട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന്, മുടുക്കർ എന്ന് പറഞ്ഞാ തിരിയുക, പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞിട്ട്, അരേ ഈ ലല്ലു കഹാരുകയാ, അയ്യോ ആ ലല്ലു എവിടെ പോയി? ആ തു രോമ തബ, നീ ഇന്ന് കരയാണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോ? ആരോടാ പറയുന്നത്? ചിന്നിയോട് അല്ലെ. और तू रो मत अब, നീ ഇപ്പൊ കരയാണ്ടിരിക്ക. ടി വി ദേഖ്നാ ഹേ നാ, നിനക്ക് ടി വി കാണണ്ടേ? ഉസ്മേ പതാ ഹേ, അതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ലോഗ് ബക്സേക്കെ അന്തർ ബന്ദ് ഹോത്തെ ഹേ, ആളുകളില്ലേ വലിയൊരു പെട്ടീനുള്ളില് അടയ്ക്കപ്പെട്ടിരിക്കുക. ആ ഒരു പെട്ടീനുള്ളിൽ അടച്ചിരിക്കുകയാണ് ആൾക്കാരെയൊക്കെ. ചോട്ടെ ചോട്ടെ ദിക്തേ ഹേ, ആളുകളെ കാണുമ്പോ എങ്ങനെയാ, വളരെ ചെറുതായിട്ടാ കാണപ്പെടുന്നത്. തേരെ മക്കോടോം കീ തരഹ, നിന്റെ കയ്യിലുള്ള ആ മക്കോട ഉണ്ടായിരുന്നില്ല, ആ ജീവി, അതിന്റെ അത്രയും വലുതായിട്ടാണ് ടി വിക്കകത്ത് ആളുകളെ കാണുന്നത്. ലല്ലു ദിക്താ ഹേ, അപ്പോഴത്തേക്ക് ദൂരെ നിന്ന് ആരെ കാണുന്നു? ലല്ലുവിനെ കണ്ടു. ഏ ലല്ലു ജൽദിയാനാ, ലല്ലു വേഗം വന്നേ. ലല്ലു ദൗഡ്താ ഹുവാ ആതാ ഹേ, ലല്ലു പെട്ടെന്ന് വളരെ വേഗതയില് ഓടി വരുന്നു. എന്താ ദൗഡ്താ ഹുവാ എന്ന് പറഞ്ഞാല് ഓടി വരുന്നു. തീനോ ഹാത്ത് പക്കെടുക്കാർ ചലനയിലെത്തേ ഹേ, അങ്ങനെ 3 പേരും കൂടി കൈ കോർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി. സീൻ ഷഹ, 6ാമത്തെ ദൃശ്യം. കസ്ബെ കി ഗലി ഷാം കാ സമയ, ടൗണിലെ ഒരു സ്ട്രീറ്റ് ആണ് ഇത്. ഗലി എന്ന് പറഞ്ഞാല് സ്ട്രീറ്റ്. ഷാം കാ സമയ, സമയാണെങ്കിലോ വൈകുന്നേരം. ബച്ചേ ഏക് ഗലി കെ മോഡ് പർ ഹെ, കുട്ടികൾ അങ്ങനെ നടന്ന് ഒരു സ്ട്രീറ്റിന്റെ ആ തിരിവിലെത്തി, ഒരു കോർണറില് ഒരു മൂലയിലെത്തിയിരിക്കുന്നു. മോഡ് പർ ഹെ, ഒരു തിരിവില് എത്തി. സാമനെ കച്ചേ പക്കേ മക്കാനോ കി കതാർ ഹെ, തൊട്ടു മുന്നിലായിട്ട് നല്ല വീടുകളുണ്ട്, അതുപോലെ മോശം വീടുകളുടെയുമായ ഒരു നിര തന്നെയുണ്ട്. നല്ല വീടുകളുടെയും മോശം വീടുകളുടേതുമായ ഒരു നിര തന്നെ അവിടെ കാണാം. ഗോപു ബസ് യഹി ഗലി ഹെ, ആ ദാ ഇതാണ് ആ തെരുവ്. ഏത് തെരുവ്? ഇസി മേഹേ മനോഹർ ചാച്ച എന്ന് പറയാൻ നിർത്താം. ഇതിലാണ് മനോഹർ ചെറിയച്ഛന്റെ എന്തായിരിക്കും വീട് അല്ലെ. അത് വീടൊന്ന് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ലല്ലു പറഞ്ഞു, തോ ചലോ, അങ്ങനെയാണെങ്കിൽ വേഗം നടക്കാം, നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാം. ഗോപു മക്കാനോ കോ ദേഖ്താ ഹുവാ, പക്ഷെ ഗോപു ആ കെട്ടിടങ്ങളെല്ലാം അങ്ങനെ നോക്കാൻ തുടങ്ങി. ഇതിലേതാണ് മനോഹർ ചാച്ചയുടെ വീടെന്ന് അവൻ കണ്ടെത്തുകയായിരുന്നു. അവൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്നിട്ടോ ഹാ ലേക്കിൻ യാദ് കർണേതോ, അത് ഇത് തന്നെയാണ്, പക്ഷെ ഓർമ്മിക്കുമ്പോഴ് കോൺസ ഘർ ഹേ, ഏത് വീടാണ് അവന് മനസ്സിലാവുന്നില്ല. ഏത് വീടാണെന്ന് കുറെ മുന്നേ പോയതാണ്, ഏത് വീടാന്ന് മനസ്സിലാവുന്നല്ല. കോൺസ ഘർ ഹേ, ഏത് വീടായിരുന്നു? ചുന്നി പർ കൈസേ, അത് നിനക്കറിയില്ലേ, പിന്നെ എങ്ങനെയാ നീ തിരിച്ചറിയാൻ കണ്ടിരിക്കണ? ഗോപു അരേ ഉസ് ഘർ കെ ഊപ്പർ ടിവി കാ ഡണ്ടാ ലഗാ ഹുവാ ഹേ, അതോ അന്ന് ആ വീട്ടിന്റെ മുകളില് ടിവിക്ക് വെക്കുന്ന ഒരു വടിയുണ്ട്, ഒരു ഡണ്ട, ഒരു സ്റ്റിക്ക്, ആ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഊപ്പർ ടിവി കാ ഡണ്ടാ ലഗാ ഹേ, അതിന്റെ മുകളിലായിട്ട് ടിവിയുടെ ഒരു ദണ്ട് ഉണ്ടായിരുന്നു. എന്താ ഡണ്ട എന്ന് പറഞ്ഞാല് ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആന്റിന, അതിന്റെ പേരെന്താന്നറിയോ? ആന്റിന എന്നാ. തീനോ ധ്യാൻ സേ ഘരോം കോ ദേഖ്തേ ഹേ, ഇനി ഇവന് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ച് 3 പേര്, ബാക്കി 2 പേരും കൂടി ഇവന്റെ കൂടെ കൂടി 3 പേരും കൂടി ആ വീട് ഇങ്ങനെ നോക്കി.
ഏത് വീടിന്റെ മുകളിലാണ് ഈ ടിവിയുടെ ആന്റിന ഇരിക്കുന്നതെന്ന് നോക്കായിരുന്നു. ഗോപു കാ ചെഹ്റ ഉത്താർ ജാതാ ഹെ. പെട്ടെന്ന് ഗോപുവിന്റെ മുഖം ഇങ്ങനെ കുനിഞ്ഞു. എന്താ ഉത്താർ ജാന എന്ന് പറഞ്ഞാല് ഗോപുവിന്റെ മുഖം ഒന്ന് കുനിഞ്ഞു. എന്തോ കണ്ടിട്ട് അവന് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന സംഭവം നടന്നിരിക്കുന്നു എന്നർത്ഥം. ചെഹ്റ ഉത്താർ ജാതാ ഹെ. അവന്റെ മുഖം ഒന്നിങ്ങനെ കുനിഞ്ഞു വന്നു. അപ്പൊ ഗോപു പറയാം, പക്ഷെ ഇവിടെയാണെങ്കില് ലല്ലു സബ്കി ഛത്ത് പേ ലഗാ ഹെ. എന്താ ഉള്ളത്? എല്ലാ വീടിന്റെ മേൽക്കൂരയിലും എന്തുണ്ട്? ടിവിയുടെ ആന്റിന ഉണ്ട്. അപ്പൊ ഏതായിരിക്കും? ഏത് വീടാന്ന് കണ്ടെത്താൻ പറ്റുമോ? ടിവി കാ ആന്റിന ഹെ. എല്ലാ വീട്ടിന്റെ മുകളിലും ഇതാ കിടക്കുന്നു. ഛത്ത് എന്ന് പറഞ്ഞാ റൂഫ്. എല്ലാ വീടിന്റെ റൂഫിലും ഉണ്ടല്ലോ ഈ ആന്റിന. ചുന്നി ടിവി വാല ഡണ്ട. അതന്നെ ടിവിക്ക് വെക്കുന്ന ആ ദണ്ട് ആന്റിന. അപ്പൊ ക്യാ കരയെങ്കിൽ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേത് വീടാണ് മനോഹർ ചാച്ചയുടെ വീടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? ഗോപു പറഞ്ഞ ഒരൊറ്റ അടയാളം എന്ത് മാത്രമാണ്? മനോഹർ ചാച്ചയുടെ വീട്ടിന്റെ മുകളില് ടിവിയുടെ ആന്റിനയുടെ ഒരു വടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് ഒറ്റ അടയാളം. ഇവിടെ വന്ന് നോക്കിയപ്പോഴോ ടൗണിലെ എല്ലാ വീടുകളുടെ മുകളിലും എന്തുണ്ട്? ടിവിയുടെ ആന്റിന ഉണ്ട്. ഇനി ഏതാ മനോഹർ ചാച്ചയുടെ വീടെന്ന് എങ്ങനെ കണ്ടെത്തും എന്നാണ് ആരും ചോദിക്കുന്നത്? ചുന്നിയും ചോദിക്കുന്നത്. അബ് ക്യാ കരയെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോപു ഹിമ്മത്ത് ഹാർത്തേ ഹുയേ. അവനാകെ ധൈര്യം ഇല്ലാതായി തീർന്നു. അവന് ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം, ഞാൻ കാണിച്ചു കൊടുക്കും, ടി വി കാണാന്നൊക്കെയുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവന്റെ ധൈര്യം എല്ലാം ചോർന്നുപോയി. ഹിമ്മത്ത് ഹാർത്തേ ഹുയേ. അവന്റെ ധൈര്യം ചോർന്നുപോയി. പതാനഹി. എനിക്കറിയില്ല. മനോഹർ ചാച്ചാനെ ബതായാ ഥാ ഉൻകെ ഘർ ഹി ടിവി ഹെ. മനോഹർ ചാച്ച എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമാണ് ടി വി ഉള്ളതെന്നാ. പറയാം തോ സബ്കെ ഘർ ഹെ. പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിന്റെ മുകളിലും ടി വി ഉണ്ടല്ലോ, ആന്റിന കാണുന്നുണ്ടല്ലോ. എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ട്. എന്തായിരിക്കും സംഭവം? ആദ്യകാലത്ത് ഇവൻ പോയ സമയത്ത് ചിലപ്പോ ആരുടെ വീട്ടിലേ ഉണ്ടാവുള്ളൂ? മനോഹർ ചാച്ചയുടെ. നമ്മുടെ എവിടെയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. ആദ്യം ഏതെങ്കിലും കുറച്ച് കഴിവുള്ള വീടുകളില് സാധനങ്ങൾ എത്തും. പിന്നെ എല്ലാ വീടുകളിലും ഇതാവും. അതായിരിക്കാം അവന് പറ്റിയ ഫോൾട്ട്. അപ്പൊ അവൻ പറയാം, മനോഹർ ചാച്ച അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീട്ടിൽ മാത്രം ടി വി ഉണ്ടെന്ന്. പക്ഷെ ഇതയ്യാ പറയാ ഹാം തോ സബ്കെ ഘർ ഹെ. പക്ഷെ ഇവിടെ വന്നപ്പോഴോ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? ടി വി ഉണ്ടല്ലോ. ലല്ലു ബേഹദ് ഹതാശ്. ലല്ലു ആകെ വളരെ നിരാശയോടെ, വെരി ഡസ്പ, വല്ലാതെ നിരാശനായി. ഈശ്വര, 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, അതും ആരോടും പറയാതെ. എന്നിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് പോവാമെന്നുള്ള സന്തോഷത്തിലാ വന്നത്. ദേ ഇവിടെ എത്തിയപ്പോഴോ സമയം 5 മണി കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ മനോഹർ ചാച്ചയുടെ വീടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ടി വിയും കാണാൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും എന്ന് അവൻ വളരെ നിരാശയോടുകൂടി പറയാം. അബ് ഹം വാപ്പസ് ചലേം. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമുക്കങ്ങ് തിരിച്ചു പോവാം അല്ലെ. വാപ്പസ് ചലേം എന്ന് പറഞ്ഞാ തിരിച്ചു പോവാം. അബ് ഹം വാപ്പസ് ചലേം. ഇനി നമുക്ക് തിരിച്ചു പോയേക്കാം. ആസുമാൻ ദേഖ്തേ ഹുയേ. പെട്ടെന്ന് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാം. ആസുമാൻ ദേഖ്തേ ഹുയേ. സ്കൈ. ആസുമാൻ മീൻസ് സ്കൈ ആണ്. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നഹീം അന്തേരാ ഹോ രഹാ ഹേ. അയ്യോ, ഇനിയിപ്പോ തിരിച്ചു പോവാനും പറ്റില്ലല്ലോ, ഇരുട്ടായിരിക്കുന്നു. എന്താ അന്ധേര, അന്ധകാർ, ഡാർക്ക്നെസ്. ഇരുട്ടായിട്ടുണ്ടല്ലോ ആകെ. അപ്പൊ സന്ധ്യ മയങ്ങിന്ന് അർത്ഥല്ലേ. ഇരുട്ടായി. ഇനി ചെറിയ പിള്ളേർക്ക് ഈ വഴി തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമോ? വന്ന ഉഷാറുണ്ടാവില്ല തിരിച്ചു പോകുമ്പോ. അതും പകലല്ല താനും. ചുന്നി ഹം ഗോഗേ. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ചീറ്റ് ചെയ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ആരെ? ചുന്നി. ഗോപു കുച്ച്നഹീം ബോൾത്ത. ഗോപുവിനെ കണ്ടിട്ടല്ലേ ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി പുറപ്പെട്ടത്. ഗോപു ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുക. അവനൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഗോപു കുച്ച്നഹീം ബോൾത്ത. അവനൊന്നും പറയാൻ സാധിച്ചില്ല. ബസ് റോനെ ലഗ്താ ഹെ. അവൻ കരയാൻ തുടങ്ങി. ബാക്കി ദോനോം ബി റോനെ ലഗ്തേ ഹെ. അവൻ കരയാൻ തുടങ്ങി. കുറച്ചെങ്കിലും ബുദ്ധിമാനായിട്ട് കാണപ്പെട്ടത് ആരെയായിരുന്നു? ഗോപുവിനെ ആയിരുന്നു അല്ലെ. അവൻ കരയാൻ തുടങ്ങിയപ്പോ ബാക്കി ദോനോം ബി റോനെ ലഗ്തേ ഹെ. ബാക്കി രണ്ടുപേരും കൂടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സീൻ നമ്പർ 7. ഇനി 7ാമത്തെ സീനിലേക്ക് എത്തി. കസ്ബെ കി സഡക്ക്. ടൗണിലെ ഒരു റോഡ്. സഡക്ക് മീൻസ് റോഡ്. കസ്ബെ കി സഡക്ക്, ടൗണിലെ റോഡ്. ദേർ ഷാം കാ സമയ. സമയാണെങ്കിലോ വൈകുന്നേരം നല്ല വൈകിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സന്ധ്യ മയങ്ങി ഇരുട്ടായ ഒരു സമയം.
ഭീഡ് ജമാഹെ, ജനക്കൂട്ടാണ്. ആളുകൾ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ സന്ധ്യ ആകുമ്പോഴാണ് കയ്യിൽ കാശൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത്, കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ റോഡിലേക്ക് ആളുകൾ തിരിച്ച് പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയമാണ്. അങ്ങാടിയിൽ എങ്ങും നിറയെ ആളുകളാ. ഭീഡ് ജമാഹെ, ജനക്കൂട്ടമാണ് അവിടെ. ബച്ചേ ഒരോരഹേ, പ്രത്യേകിച്ച് ഇവരുടെ ഈ കരച്ചിലുകൂടി കണ്ടപ്പോഴാ കുട്ടികൾ നിന്ന് റോട്ടിൽ നിന്ന് കരയാം. ഞങ്ങൾക്ക് 3 കുട്ടികൾ നിന്ന് കരയുന്ന ആളുകളല്ലേ, എന്താ മക്കളെ എന്ന് ചോദിച്ചു വരും അല്ലെ. അങ്ങനെ ബച്ചേ ഒരോരഹേ, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കസ്ബേ കെ ലോക, ടൗണിലെ ആളുകള് ഉനെ ചുപ് കരാദേത്തെ, ആളുകൾ ചുറ്റും കൂടിയിട്ട് മിണ്ടല്ലേ, നിങ്ങൾ പറയേ, എന്താ മക്കളെ കാര്യം, നിങ്ങൾ കരയാണ്ടിരിക്കെ എന്നൊക്കെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, കരയാണ്ടിരിക്കും മക്കളെ, വഴിയുണ്ടാക്കാം, എന്താണ് പ്രശ്നം, എവിടുന്നാ വന്ന, ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുപ് കരാരഹേ എന്നുള്ളതാ, അവരെ സൈലന്റ് ആക്കുന്നുണ്ട്. കസ്ബേ വാല ഏക, അപ്പൊ ടൗണിലുള്ള ഒരാള് പറയാണ്, കഹത്തെ ഹേ മനോഹർ ചാച്ചാ സേ മിൽനെ ആയേ ഹൈ കീരത്പൂർ സേ. കുട്ടികളോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. അവര് പറയുന്നത് എന്താണെന്നറിയോ, മനോഹർ ചാച്ചാ സേ മിൽനെ ആയേ ഹേ, അവരുടെ ഒരു ചെറിയച്ഛനുണ്ടത്രേ, കൊച്ചച്ഛനുണ്ടത്രേ ഇവിടെ. ആര്? മനോഹർ ചാച്ച. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാ. എവിടെന്നാ വരുന്നത്? കീരത്പൂർ സേ. എവിടെന്നാണ് അവര് വരുന്നത്? കീരത്പൂർ എന്ന ഗ്രാമല്ലേ, ആ ഗ്രാമത്തിൽ നിന്ന് വരികയാണത്രേ ഇവര്. എവിടേക്ക്? മനോഹർ ചാച്ചയുടെ വീട് അന്വേഷിച്ച് വന്നതാന്ന് ആ കുട്ടികൾ പറയുന്നത്. കസ്ബേ വാലാദോ. അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, അബ് ചുപ് ഹോ ജാവോ, ശരി ഇപ്പൊ നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ. ഡരോമത്, പേടിക്കണ്ട അല്ലേ. ഡോണ്ട് ഫിയർ, ഡോണ്ട് ഫിയർ, പേടിക്കല്ലേ. ഡരോമത്, പേടിക്കാതിരിക്കേ. ക്യാ നാം ഹേ തുമാരാ, മോന്റെ പേരെന്താ? ലല്ലു. ലല്ലു. അപ്പൊ ലല്ലു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് ലല്ലു എന്നാണ്. ചുന്നി രോത്തേവിയെ, ചുന്നിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ചുന്നി കരഞ്ഞുകൊണ്ട് പേരല്ല പറയുന്നത്, അവൾ എന്താ പറയണ, മുझे घर जाना है, എനിക്കിപ്പോ വീട്ടിൽ പോണം അല്ലെ. കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്, മുझे घर जाना है, എനിക്ക് വീട്ടിൽ പോണം. പെൺകുട്ടികളല്ലേ, കുറച്ച് പേടി ഉണ്ടാവും. ആൺകുട്ടികളെ കാര്യം ആർക്കാണ്? പെൺകുട്ടികൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുझे घर जाना है, എനിക്ക് വീട്ടിൽ പോണം. മനോഹർ ചാച്ച ആ ജാത്തേ ഹായ്. പെട്ടെന്ന് മനോഹർ ചാച്ച അവിടേക്ക് വരുന്നു. അദ്ദേഹവും മറ്റാളുകൾ വരുന്നത് പോലെ തന്നെ കടയിലേക്ക് സന്ധ്യ മയങ്ങിയ സമയത്ത് വന്നതാണ്. മനോഹർ ചാച്ച ആ ജാത്തേ ഹായ്, മനോഹർ ചാച്ച അവിടേക്ക് വരുന്നു. ഗോപുക്കോ ഉഠാലേത്തേ ഹായ്. പെട്ടെന്ന് വന്ന് നോക്കിയപ്പോഴ് ഇത് എന്റെ ഏട്ടന്റെ കുട്ടിയാണല്ലോ. അദ്ദേഹം ഗോപുവിനെ എടുത്തു ഇങ്ങനെ ഉയർത്തി. ഗോപുക്കോ ഉഠാലേത്തേ ഹായ്, ഗോപുവിനെ പെട്ടെന്ന് അദ്ദേഹം പൊക്കിയെടുത്തു. എന്നിട്ട് ചോദിക്കാം, അരേ ഗോപു തും അക്കേലെ കൈസേ ആകെ. അയ്യോ ഗോപു, നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് എത്തിയത്? തും അക്കേലെ, അക്കേലെ മീൻസ് എലോൺ, കൈസേ ആകെ, എങ്ങനെയാ മോനെ ഗോപു നീ ഒറ്റയ്ക്ക് വന്നത്? ഗോപു, ടിവി ദേഖ്നാ ഹം തീനോക്കോ, ഞങ്ങൾക്ക് 3 പേർക്കും ടിവി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി, അങ്ങനെ 3 പേരും കൂടി വന്നതാ. കസ്ബേ വാലെ ഏക് ദൂസരേ കാ മോഹ ദേഖ്തേ ഹൈ. ടൗണിലുള്ളവരെല്ലാം ഇത് കേട്ട് പരസ്പരം നോക്കാൻ തുടങ്ങി. ടിവി കാണാനേ. കീരത്പൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഇത്രയും പോകുന്ന ഈ ചെറിയ പിള്ളേര് 3 കൂടി ആ ദൂരം എല്ലാം താണ്ടി ഇവിടെ വന്നിരിക്കുന്നു. കണ്ടില്ലേ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ അവർ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? നോക്കാൻ തുടങ്ങി. ഏക് ദൂസരേക്ക് മുഹ് ദേഖ്തേ ഹേ, ഒരാൾ മറ്റേയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. മനോഹർ ബച്ചും കോ ലേ ജാത്താ ഹേ, മനോഹർ ചാച്ച അവിടെ നിന്ന് വരും, നിങ്ങൾ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടികളെയും കൂട്ടിയിട്ട് എവിടേക്ക് പോയി? ആരുടെ വീട്ടിലേക്കാ പോയത്? മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് നേരെ പോയി. ഇനി ലാസ്റ്റ് സീനാണ് പട്കഥയുടെ 8ാമത്തെ സീൻ. സീൻ നമ്പർ 8. മനോഹർ ചാച്ച കാ ഘർ. ഇപ്പൊ അവരെവിടെ എത്തി? മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തി. മനോഹർ ചാച്ച കാ ഘർ, മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തി. രാത് കാ സമയം. അപ്പോഴത്തേക്ക് സമയം എത്രയായിട്ടുണ്ട്? രാത്രിയായില്ലേ. എപ്പോഴാ അവര് പുറപ്പെട്ടിരുന്നത്? 2 മണിക്ക്. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തിയപ്പോ സമയം രാത്രിയായിട്ടുണ്ട്. ബാബാനെ ഗോപുക്കോ ഗോദ് മേം ബിടായ. ബാബ എന്ന് പറഞ്ഞാ ഇവര് വേഗം അവിടെ ഇവരൊക്കെ അറിയിച്ചു. അച്ഛൻ വന്നു. ബാബാനെ ഗോപുക്കോ ഗോദ് മേം ബിടായ. ബാബ ഗോപുവിനെ മടിത്തട്ടിലെടുത്തു വെച്ചു. ഗോദ് മേം ബിട്ടായ. എന്താ ബിട്ടായ എന്ന് പറഞ്ഞാ ഇരുത്തി. ഗോദ് മേം ബിട്ടായ, മടിത്തട്ടിലെടുത്തു വെച്ചു. ചുന്നി ആ ലല്ലു ബി ബൈട്ടേ ഹേ. അപ്പൊ മടിയില് ഗോപു ഇരുന്ന തൊട്ടപ്പുറത്ത് ആരൊക്കെ ഇരുന്നു? ചുന്നിയും ഇരുന്നു, ലല്ലുവും ഇരുന്നു. എന്തിനുള്ള തയ്യാറെടുപ്പിലാ? ടിവി കാണാനാണല്ലേ. ബാബ എന്നിട്ട് ബാബ പറഞ്ഞു, മനോഹർക്കോ. ആരോടാ പറയുന്ന അച്ഛൻ? മനോഹർ ചാച്ചയോട് പറയാം, ഗോപു ഷെയ്ത്താൻ ഹേ, ഇവൻ ആളൊരു ഡബിളാണ് അല്ലെ.
വളരെ വികൃതിയാ. യെസ് സബ്കോ പതാ ഹെ, എല്ലാവർക്കും അറിയാം ഇവൻ ആളൊരു ചെയ്താനാണെന്നല്ലേ. ഡബിൾ ഹേ, യെസ് സബ്കോ പതാ ഹെ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ വലിയ ബുദ്ധിമാനെ പോലെ എനിക്ക് അതറിയാം നമ്മള് കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിക്രസിനും ആളും ഉസ്താദാണെന്നർത്ഥം അല്ലെ, എല്ലാ വിക്രസിന്റെയും നേതാവാണെന്നർത്ഥം. ഗോബു ഷെയ്ത്താൻ ഹേ, യെസ് സബ്കോ പതാ ഹേ, ഇവൻ ആളൊരു എന്താണ് വികൃതിക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഡബിൾ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സബ്കോ പതാ ഹേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഇത്തനാ ഷെയ്ത്താൻ, പക്ഷെ ഇത്രയും വലിയൊരു കാര്യമുണ്ടല്ലോ, ഇത്രയും വലിയൊരു വികൃതി ഹംനെ സോച്ചാനെ ഇത് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ല. ആ ഗ്രാമത്തിൽ നിന്നേ ഈ ഗ്രാമത്തിലേക്ക് ഈ 2 പിള്ളേരെയും കൂട്ടിയിട്ട് ഇവൻ വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. അത്രയും വികൃതിയാ ഇവന്റെ കയ്യില്. മനോഹർ, അപ്പൊ മനോഹർ ചാച്ച അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം, അവർ പൂരാ രാസ്ത യാദ് ദായിസെ, മാത്രമല്ല ഇവനെ ആ വഴി മുഴുവൻ ഓർത്തു വെച്ചല്ലോ. ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് വരാനുള്ള നടന്നു വരികയാണേ, ആ വഴി മുഴുവൻ ഇവൻ ഓർത്തു വെച്ചല്ലോ എന്നാ. ഞാൻ വളഞ്ഞും ഒക്കെ പോകുന്ന വഴികളായിരിക്കും, പക്ഷെ ഈ വഴിയൊന്നും തെറ്റാതെ ഇവൻ ഓർത്തെടുത്ത് എന്തായാലും നമ്മുടെ ടൗണിൽ തന്നെ എത്തിയല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നതേ എന്നാണ് ആര് പറയുന്നത്? മനോഹർ ചാച്ച. അവർ പൂരാ രാസ്ത, രാസ്ത എന്നുള്ളതാ വേ, യാദ് ധായിസെ, ഇവന് വഴി മുഴുവൻ ഓർത്തു വെച്ചല്ലോ. അതാണ് എനിക്ക്. ചലോ ബൈ, ശരി ശരി നടക്ക്. അബ് ടി വി ചലായാ ജായ്, ഞാനിപ്പൊ ടി വി ഓൺ ചെയ്ത് തരാം. ഇത്തനി ദൂർസെ ആയേ ഹാൻ തീൻ ദീവാനെ, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ 3 ഭ്രാന്തന്മാരും കൂടി. എന്താ ദീവാനെ എന്ന് പറഞ്ഞാ ഭ്രാന്തന്മാർ. എന്ത് ഭ്രാന്തന്മാര്? ടി വി ഭ്രാന്തന്മാര് 3 കൂടി ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് എത്തിയതല്ലേ ഇത്രയും ദൂരം. ശരി നടക്ക്, ഞാൻ ടി വി ഓൺ ചെയ്ത് കാണിച്ചു തരാം. മനോഹർ ടി വി ചലാത്താ ഹെ, അങ്ങനെ മനോഹർ ചാച്ച എന്ത് ചെയ്യാണ്? ടി വി ഓൺ ചെയ്തു. ടി വി ചലാത്താ ഹെ, ടി വി ഓൺ ചെയ്തു. ഗോപു, ലല്ലു, ചുന്നി, ആരൊക്കെയാ ടി വി കാണാനിരിക്കുന്നത്? ഗോപു ഉണ്ട്, ലല്ലു ഉണ്ട്, ചുന്നി ഉണ്ട്. പിന്നെ ആരായിരിക്കും? പിന്നെ കൂടുതല് ബാബ ഉണ്ടാവും, ചിലപ്പോ മനോഹർ ചാച്ച ഉണ്ടാവൂലേ. 3 പേരും കൂടി, ഈ കുട്ടികൾ 3 പേരും കൂടി സീറ്റേ ഹോക്കർ ബാഡ് ജാത്തെ ഹെ, ടി വി ഇവിടെയാണെങ്കിൽ അതിന്റെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. സീറ്റേ ഹോക്കർ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് നേരെ അങ്ങനെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇരിക്കാം. ആ ടി വി ഇപ്പൊ കാണും. ആ ടി വി സേ ആവാസ് ആത്തി ഹെ, ടി വി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു സൗണ്ട് ആണ് ആദ്യം വരുന്നത് അല്ലെ. ടി വി സേ ആവാസ് ആത്തി ഹെ, ടി വിയിൽ നിന്ന് പെട്ടെന്ന് ശബ്ദം വന്നു. തസ്വീർ ദിഗ്ന അബി ബാക്കി ഹെ, ശബ്ദം വന്നിട്ടുണ്ട്, ചിത്രം വരാനും കൂടിയുണ്ട്. ചിത്രം ആദ്യം സൗണ്ട് ഇങ്ങനെ വരികയാണ്, അതിന് പുറകെ ചിത്രം കൂടിയാ വരേണ്ടത്. തസ്വീർ ദിഗ്ന, തസ്വീർ എന്താ? പിക്ചേഴ്സ്. ദിഗ്ന ബി ബാക്കി ഹെ, ചിത്രം കൂടി വരാൻ ഇനി ബാക്കിയുണ്ട്. ടി വി കി ആവാസ്, ടിവിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. और मद्रास का अधिकतम तापमान रहा 34 ഡിഗ്രി. എന്താ പറയുന്നത്? മദ്രാസിലെ ഏറ്റവും കൂടിയ താപനില 34 ഡിഗ്രി. അപ്പൊ ആ കാലാവസ്ഥയാണ് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇത് പറയുമ്പോഴും ഉണ്ടാവും കാലാവസ്ഥ. ഓരോ ജില്ലയിലെയും ഓരോ സ്റ്റേറ്റിലെയൊക്കെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? കാലാവസ്ഥാ പ്രവചനം നടക്കും. അപ്പൊ അത് പറയാണ് മദ്രാസിലെ ഏറ്റവും കൂടിയ താപനില 34 ഡിഗ്രി എന്ന് പറയുന്ന സൗണ്ട് ഇങ്ങോട്ട് കേട്ടു. അതിനോടൊപ്പം ആ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന പിക്ചർ കൂടിയുണ്ട്, മാപ്പൊക്കെ വരച്ചിട്ട് അതിന്റെ സ്പോട്ട് കൂടി കാണിക്കും. അത് വന്നിട്ടില്ല. ഗോപു കി ആങ്കേം ഫാൽ രഹി ഹെ, ഗോപു കണ്ണിങ്ങനെ തുറപ്പിച്ചു നോക്കുക. അന്ന് ഞാൻ ജനുവരി 26 കണ്ട പ്രോഗ്രാമില്ലേ, അതെന്ത് മനോഹരമായിരുന്നു. അതുപോലെ ഇതാ ഇപ്പൊ വരാൻ തുടങ്ങിയാണ്, ഇവരെയൊക്കെ ഒന്ന് അത്ഭുതപ്പെടുത്തണം എന്ന് പറഞ്ഞ ഗോപു ഇങ്ങനെ കണ്ണ് തുറപ്പിച്ചിരിക്കുക. ഇപ്പൊ വരുമല്ലോ. ആങ്കേം ഫാൽ രഹി ഹെ, കണ്ണിങ്ങനെ തുറന്നു വെച്ചപടി നോക്കിയിരിക്കാം. ടി വി കെ ശീശേ പർ, ടിവിയുടെ ആ ഗ്ലാസ്സില് എന്താ ശീശ, മിറർ, ആ കണ്ണാടി ചില്ലില് ഹൽക്കി ഹൽക്കി റോഷ്നി ബി ഫാൽ രഹി ഹെ, നേരിയ ഹൽക്കി ഹൽക്കി എന്താ നേരിയ തരത്തിലുള്ള റോഷ്നി ബി ഫാൽ രഹി ഹെ, നേരിയ ലൈറ്റ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. റോഷ്നി മീൻസ് ലൈറ്റ്, പ്രകാശം വരാൻ തുടങ്ങി. തസ്വീരേം കിസി ബി പൽ ദിഖ് ജായേഗി, ചിത്രങ്ങൾ ഇതാ ഏത് നിമിഷവും ആ ടിവിയിലേക്ക് പ്രത്യക്ഷപ്പെടാം. തസ്വീരേം പിക്ചേഴ്സ്, കിസി ബി പൽ ഏത് നിമിഷവും, ദിഖ് ജായേഗി അതിലേക്ക് പ്രത്യക്ഷപ്പെട്ടേക്കാം. ആ തഭി ദാ പെട്ടെന്ന്, അപ്പോഴാണ് ഇവരിങ്ങനെ വളരെ ആവേശപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കെ, തബി അപ്പോൾ, ബിജലി ചലി ജാതി ഹെ, എന്തുണ്ടായി? ആ പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി. എന്താ ബിജലി ചലി ജാതി എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് കറണ്ട് പോയി അല്ലെ, പവർ സപ്ലൈ വിട്ടുപോയി. ധുപ്പ് അന്ധേരാ ഹോ ജാതാ ഹേ, നല്ല ഡാർക്ക്നെസ്, നല്ല കുറ്റാകുരിട്ടെന്ന് പറയില്ലേ നമ്മളെ, അതുപോലെ ആയിപ്പോയി. ധുപ്പ് അന്ധേരാ ഹോ ജാതാ ഹേ, എല്ലായിടത്തും പരിപൂർണ ഇരുട്ടായി. ലൈറ്റും പോയി, ടിവിയിലെ വെളിച്ചവും പോയി, എല്ലാം കൂടെ അങ്ങോട്ട് പോയി. കറണ്ട് പോയാൽ ഇവൻ ടി വി കാണാൻ പറ്റുമോ? ഗോപു ചുന്നി അവർ ലല്ലു, ഗോപുവും ചുന്നിയും ലല്ലുവും
ഏക് സാത്ത് അന്ധേരെ മേ, ആ ഇരുട്ടില് 3 പേരും കൂടി ഒരുമിച്ച് പറഞ്ഞു, ഹേ ഭഗവാൻ, ഓ എന്റെ ഈശ്വര, എത്ര കഷ്ടപ്പെട്ട അവിടെ വന്നല്ലേ. ഈശ്വരനെ വിളിച്ചു പോയി. എന്തിനാ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടാവുക? എത്ര കഷ്ടപ്പെട്ട, രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കാൻ തുടങ്ങിയതാ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാ രാത്രിയായി. ഇനിയിപ്പോ എല്ലാ സങ്കടവും കരച്ചിലൊക്കെ മാറ്റി വെച്ച എന്തായാലും ഈ സങ്കടങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടല്ലോ, ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഇരുന്ന് നോക്കിയപ്പോഴോ ദേ കിടക്കണം. എന്ത് പോയി? ആ കരണ്ടങ്ങ് പോയി. ഇനിയിപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? കരണ്ടിന് വന്നില്ലെങ്കിൽ എപ്പോഴേ കാണാൻ പറ്റുള്ളൂ? പിന്നെ കാണാൻ പറ്റുള്ളൂ. എന്തൊരു സങ്കടമായി എന്ന് അവർ ആരെ വിളിക്കുകയാണ്? സങ്കടത്തോടു കൂടി ഈശ്വരനെ ഹേ ഭഗവാൻ എന്ന് വിളിക്കുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മിസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പട്കഥയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു കോളം ഫില്ല് ചെയ്യാന്നുള്ള പേജ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അവിടെ ദൃശ്യ, സ്ഥാന, സമയ, ഘടന, പാത്രം എന്നോട്ട് ബോക്സ് വരച്ചിട്ടുണ്ട്. ദൃശ്യം ഏത് ദൃശ്യമാണ്? ഇപ്പൊ 1ാമത്തെ സീനാണെങ്കിൽ അതില് സീൻ നമ്പർ വരുന്നത് ഏക്കുന്നായിരിക്കും. അപ്പൊ അതില് ദൃശ്യം ഏതാണോ എന്നാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഇതാ ലാസ്റ്റ് സീന് 8ാമത്തെ സീനായിരുന്നെങ്കിൽ മനോഹർ ചാച്ചാ കാ ഘർ രാത് കാ സമയം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിലെ ദൃശ്യം ഏതാ? ബാബാനെ ഗോബുക്ക് ഗോദ്മേ ബിട്ടായാ ഹെ ചിന്നി और लल्लू भी बैठे हैं. അതാണ് അതിന്റെ ദൃശ്യം. ടിവി देखने के लिए वे दोनों टीवी के सामने बैठे हैं അല്ലെ. സ്ഥാനം എവിടെയാ? മനോഹർ ചാച്ചാ കാ ഘർ, സമയ രാത്ത്. ഘടന എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ദൃശ്യത്തിലേത്തത് തന്നെയാണ് ഇതിലേക്ക് എഴുതേണ്ടത്. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കണം. ആ സീനിലെ ബാബ, മനോഹർ, ഗോപു, ചുന്നി, ലല്ലു, ഇത്രയും പേര് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഓരോ സീനിലെയും നമ്മൾ വ്യത്യസ്തമായിട്ട് മാറ്റി ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതണം. ക്രമസംഖ്യ അനുസരിച്ച് അതിനനുസരിച്ച് ഓരോ സീൻ 8 സീനുണ്ട്, അതിന് എഴുതണം. അപ്പൊ അങ്ങനെ 2ാമത്തെ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കില് എക്സാം ഉണ്ടാവുന്നതാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് ക്ലാസ് കേൾക്കാത്തവര് ഉണ്ടാവരുത്. എല്ലാവരും ക്ലാസ് കേട്ടിരിക്കണം. നോട്ട് അതിനോടൊപ്പം നോട്ട് മിസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം പഠിക്കുക. ഓക്കെ, ധന്യവാദം.